വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഹൈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ ഉണ്ട്, അവിടെയും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്യാൻഡിലിന്റെ നടുവില് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവല് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. എവിടേക്കൊന്നും മാർക്കറ്റിൽ നിന്ന് എത്തുമെന്ന് ഉറപ്പില്ല, എങ്കിലും മാർക്ക് ചെയ്തിടുന്നതാണ്. അതുപോലെ തന്നെ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇന്നലെ 3500 ഹിറ്റ് ചെയ്തതിന് ശേഷം വലിയൊരു രീതിയിലുള്ള സെൽ ഓഫ് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് ആ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ നിന്ന് മുകളിലോട്ട് കയറിയിട്ട് ഇപ്പൊ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് നെക്സ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എനിവേ, നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതിനു മുന്നേ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ സമയം 7:15 ആണ് രണ്ട് ന്യൂസുകൾ വരുന്നത്. ഒന്ന് ഫ്ലാഷ് മാനുഫാക്ചറിംഗ് PMI വരുന്നുണ്ട്, അതുപോലെ ഫ്ലാഷ് സർവീസ് PMI വരുന്നുണ്ട്. ഫ്ലാഷ് മാനുഫാക്ചറിംഗ് PMI പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്നത് 50.2 ആയിരുന്നു. ഫോർകാസ്റ്റ് 49 ആണ്, അതായത് പ്രീവിയസിനേക്കാളും താഴെയാണ് വരുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതുപോലെ തന്നെ ഫ്ലാഷ് സർവീസ് PMI 54.4 ആയിരുന്നു പ്രീവിയസ് വന്നിരിക്കുന്നത്. ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 52.8 ആണ്. രണ്ട് ന്യൂസിന്റെയും ഫോർകാസ്റ്റ് പ്രീവിയസിനേക്കാളും താഴെയാണ്. അതിന്റെയും യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് രണ്ട് ന്യൂസിന്റെയും റിസൾട്ട് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് നല്ലൊരു വലിയ ഫിഗർ ആയിരുന്നു. അപ്പോൾ പ്രീവിയസിനേക്കാൾ അടുത്തോ അല്ലെങ്കിൽ പ്രീവിയസിന്റെ മുകളിലോ വന്നാലാണ് നല്ല രീതിയിൽ കറൻസിക്ക് എഫക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു മൊമെന്റ് തന്ന് വീണ്ടും മാർക്കറ്റ് അതിന്റെ ഒരു പ്രൈസ് ആക്ഷനിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ അത് ശ്രദ്ധിച്ച് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, മാർക്കറ്റ് ഒരു നല്ല രീതിയിലുള്ള ഒരു ഏരിയയിൽ നിന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഈ ലെവൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെവല് നിന്നിരിക്കുന്ന ഏരിയ ആണ്. ഈ മൾട്ടിപ്പിൾ ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോയിട്ട് ഗ്യാപ്പ് ഫില്ലിങ് നടന്നിട്ടുണ്ട്. മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മുകളിലോട്ട് തന്നെയാണ് പോകാനുള്ള ശ്രമം കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ലെവൽ ഈ ഒരു ലെവലാണ്. ഈ ലെവലിനെ റെസിസ്റ്റൻസ് ലെവലായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഉള്ളത് ഓൾ ടൈം ഹൈ ആണ്, അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് റെസിസ്റ്റൻസ് ലെവൽ, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത ഏരിയ ആണ്. അതിനെയാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്രോച്ച് ചെയ്തിട്ട് ചെറിയ റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ഈ ഒരു ഏരിയയുടെ മുകളിൽ, അതായത് റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ട് മാർക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി ഉണ്ട്. അപ്പൊ അതിന്റെ എൻട്രി എന്ന് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ഈ ലെവലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം വലിയ രീതിയിൽ മറ്റൊരു വീഴ്ച വരികയാണെങ്കിൽ, വലിയ രീതിയിൽ വീഴ്ച എന്ന് പറയുകയാണെങ്കിൽ, മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തരികയാണ്. ഇതുപോലുള്ള വലിയ ക്യാൻഡിലൊക്കെ തന്നതിന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവല് അല്ലെങ്കിൽ ഈ ഒരു FEG വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് കുറച്ചു നേരം നിന്ന് കളിച്ചതിന് ശേഷമായിരിക്കും ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഒരു ഓൾ ടൈം ഹൈയുടെ ഈ ലെവലാണ്. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള 3550 വരെയൊക്കെ
എത്താനുള്ള ഒരു സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു FEG താഴെ നമ്മൾ വരച്ചിരിക്കുന്ന സെല്ലിംഗ് ഓർഡർ FEG ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള മറ്റൊരു ഏരിയ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലിൽ ഇവിടെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട്. ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ട് ഏരിയ കൂടി ഉണ്ട്. ഈ ലെവലിലും നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉള്ളതാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഒരു ഏരിയാസ് ഒക്കെ എല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മാർക്കറ്റ് ഒരുപക്ഷെ അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് എത്തുകയാണെങ്കിൽ ആ സപ്പോർട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെയെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന ഏരിയാസിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.